മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്താണെന്നും അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ് എക്സ്റ്റൻഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഓർക്കുന്നുണ്ടാവും, ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് some new products are introduced into the market in relation to a successful brand name. അല്ലേ? കോട്ട്ലർ ആൻഡ് ആംസ്ട്രോങ് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് യൂസിങ് എ സക്സസ്ഫുൾ ബ്രാൻഡ് നെയിം ടു ലോഞ്ച് എ ന്യൂ ഓർ മോഡിഫൈഡ് പ്രോഡക്റ്റ്. നിലവിലുള്ള ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് ഒരു പുതിയ ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുത്തിയ ഒരു ഉൽപ്പന്നമോ ഒക്കെ ലോഞ്ച് ചെയ്യുന്നതിന് ആണ്, പ്രത്യേകിച്ച് നിലവിലുള്ള അതേ പേര് തന്നെ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അതുപോലെ വിവിധ തരത്തിലുള്ള ബ്രാൻഡ് എക്സ്റ്റൻഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. Now, today we are going to discuss about the various advantages of brand extension. See, എന്തുകൊണ്ടാണ്, why do these companies extend or why do the companies use the same brand name? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ പേര് തന്നെ ഉപയോഗിച്ചിട്ട് പല പ്രോഡക്റ്റുകൾ കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നത്? എന്ത് പ്രയോജനമാണ് അവർക്കുണ്ടാവുക? അതാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. സോ brand extension, as I told you earlier, it refers to the use of a successful brand name to launch a new or modified product in the same market. So a successful brand helps a company to enter a new product category more easily. So that is the most important advantage. It will be very easy for a company to use the same brand name because a successful brand name will be very much familiar among the customers in the market. So it will be very easy for them to introduce a new product in the market with the same name. For example, see, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നൈക്കിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നൈക്കീസ് കോർ പ്രോഡക്ട്സ് ഈസ് ഷൂസ്, അല്ലേ? സ്പോർട്സ് ഷൂ ഒക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് നൗ ദേ ഹാവ് എക്സ്റ്റെൻഡഡ് their brand line, or they have extended their brand to sunglasses, then soccer balls, soccer കളിക്കുന്ന പന്താണെങ്കിൽ ശരി, ബാസ്കറ്റ് ബോൾസ് ആൻഡ് ഈവൻ ഗോൾസ് എക്യുപ്മെന്റ്സ്, ഇതിലേക്കൊക്കെ ഇപ്പോൾ നൈക്കിയുടെ എന്നുള്ള പേരിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ഗോട്ട് സം അഡ്വാൻറ്റേജസ്. ഇങ്ങനെ കമ്പനികൾ ചെയ്യാനുള്ള കാര്യം ഇതാണ്. ഈ അഡ്വാൻറ്റേജ് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, always our marketers say that brand extension helps to reduce the cost of new launches. So compared to launching a new brand name or compared to launch a product under a new brand name, it is easy to launch a product in an existing brand name, because we say brand extension is cheaper, especially because the new product use the name of an already well-known brand. നിലവിലുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ എളുപ്പം ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം പേര് ആൾക്കാരുടെ ഇടയിൽ സുപരിചിതമാണ്. അപ്പോൾ ആ പേര് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റോ അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളൊന്നും ആവശ്യമില്ല. സോ ബൈ എക്സ്റ്റെൻഡിങ് എ ബ്രാൻഡ്, the marketer can bring the cost down substantially while increasing the probability of success. ഇങ്ങനെ നിലവിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ അതേ പേര് തന്നെ ഉപയോഗിക്കുമ്പോൾ അവിടെ പുതിയ ഉൽപ്പന്നം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിലവിൽ ആ ബ്രാൻഡിന് ഇപ്പോൾ നല്ല റെപ്യൂട്ടേഷൻ ഉള്ളതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോണി, ടേക്ക് ദ കേസ് ഓഫ് സോണി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക് രംഗത്ത് പണ്ട് മുതലേ വളരെ കാലം മുമ്പ് തന്നെ ഓഡിയോയും ടെലിവിഷനും അതുപോലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് വന്നവരാണ്. അതിനുശേഷം അവർ മൊബൈൽ ഫോണൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു സോണി എന്നുള്ള പേരിൽ തന്നെ, അല്ലെങ്കിൽ ഡിസ്ക് പ്ലെയർ, ഡിജിറ്റൽ ക്യാമറ, ഇതൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതേ പേര് തന്നെ ഉപയോഗിച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റി. കാരണം ഈ പേര് ആൾക്കാരുടെ ഇടയിൽ സുപരിചിതമാണ്. ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാം. ഇവർ ഏത് കമ്പനിയാണെന്നും
ഒക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പ്രോഡക്റ്റ് ലോഞ്ചിങ് ഒക്കെ നടത്താനായിട്ട് പറ്റി. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായ നമുക്കറിയാവുന്ന പോലെയാണ്, ഫോർ എക്സാമ്പിൾ സെയിം ഗ്രൂപ്പിൽ നിന്നുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് സെൽറ്റോസും അതുപോലെ ക്രെറ്റ എന്ന് പറയുന്നത് അല്ലെ. ഇത് രണ്ടും ഈ കിയ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഈ സെൽറ്റോസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഉടമസ്ഥർ. അതുപോലെ ഹുണ്ടായി ആണ് ക്രെറ്റ എന്നുള്ള ബ്രാൻഡ് നെയിമിലും വാഹനം ഇറക്കുന്നത്. ഇനിയും കിയ ആണെങ്കിലും ഹുണ്ടായി ആണെങ്കിലും ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ്. അവരുടെ രണ്ട് പ്രോഡക്റ്റുകളാണ്. ഈ മാർക്കറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത്, കിയ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ആദ്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. എന്നാൽ ഹുണ്ടായി എന്നുള്ള ബ്രാൻഡ് നെയിം ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. സോ ക്രെറ്റ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ലോഞ്ചിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു. കാരണം ഹുണ്ടായി ക്രെറ്റ ആണ്. ഹുണ്ടായി എന്നുള്ള പേര് നേരത്തെ മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചും അവരിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ പൊതുവേ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈവൻ വണ്ടി മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യാനും പൈസ അടച്ചു വാങ്ങാൻ റെഡിയായി, കാണാതെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എടുക്കാതെ. പക്ഷേ എന്നാൽ ഈ ഉൽപ്പന്നം അതേ ഗ്രൂപ്പിൽ ഉള്ള ഒരേ ഓണർഷിപ്പിലുള്ള കിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് ഈ സെൽറ്റോസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ പോലും ആദ്യം കിയ എന്നുള്ള ബ്രാൻഡ് നെയിം അല്ലെ കമ്പനി നെയിം പോപ്പുലറാക്കാനും സെൽറ്റോസ് എന്നുള്ള അടുത്ത നെയിം പോപ്പുലറാക്കാനും ഒക്കെ വേണ്ടിയിട്ട് വളരെയധികം ഇതേ ഗ്രൂപ്പ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ക്രെറ്റ ലോഞ്ച് ചെയ്ത അത്രയും ഈസിയിലായിരുന്നില്ല ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്. കാരണം ഇത് കൺസ്യൂമറിനെ സംബന്ധിച്ച് ഒരു പുതിയ ബ്രാൻഡ് നെയിം ആയിരുന്നു. പക്ഷേ ഹുണ്ടായി എന്നുള്ള ബ്രാൻഡ് നെയിം ഓൾറെഡി ഇന്ത്യൻ കസ്റ്റമർ വാസ് ഫെമിലിയർ വിത്ത് ദിസ് ബ്രാൻഡ് നെയിം. സോ ദ ലോഞ്ചിങ് ഓഫ് ക്രെറ്റ വാസ് കമ്പാരിറ്റീവ്ലി ഈസി. വളരെ കുറഞ്ഞ ചിലവിൽ അവർക്ക് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റി. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെൽറ്റോസ് ദേ ഹാവ് spent a huge amount of money for advertisement and all other promotional things. ധാരാളം പൈസ മുടക്കിയിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ വേണ്ടി ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് പ്രൊമോഷണൽ എഫിഷ്യൻസി. ദിസ് ഈസ് ദ സെക്കൻഡ് മേജർ അഡ്വാൻറ്റേജ്. ഒരു suppose or let's say when a brand becomes associated with multiple products, then advertising can become more cost effective അല്ലേ. ഇപ്പോൾ ഒരേ പേരിൽ തന്നെ ഒരേ ബ്രാൻഡ് നെയിമിൽ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ ഒരു ഫാമിലി ബ്രാൻഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഒരേ പേരിൽ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി പോലെ, ഒരു കുടുംബം പോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലി ബ്രാൻഡിങ്ങിൻ്റെ കേസിൽ വളരെ കുറഞ്ഞ ചെലവിൽ അതുപോലെ വളരെ എഫിഷ്യൻ്റായിട്ട് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ടൊക്കെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ദ ഡെറ്റോൾ ബ്രാൻഡ് ഓഫ് soap, when they advertised the Dettol soap, it indirectly benefits other brands which share the same name. ഇപ്പോൾ ഡെറ്റോൾ സോപ്പോ അല്ലെങ്കിൽ ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് ലോഷനോ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡെറ്റോൾ സോപ്പ് എന്നുള്ള പരസ്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഡെറ്റോൾ എന്നുള്ള ബ്രാൻഡ് നെയിം ആ പരസ്യം കൊണ്ട് പോപ്പുലർ ആകുമ്പോൾ അതിൻ്റെ പ്രയോജനം ഈ സോപ്പിന് മാത്രമല്ല കിട്ടുക. ഡെറ്റോൾ എന്നുള്ള പേരിലുള്ള ആൻറ്റിസെപ്റ്റിക് ലോഷനോ അല്ലെ ഡെറ്റോൾ എന്നുള്ള പേരിലുള്ള ഹാൻഡ് വാഷോ ഇങ്ങനെയുള്ള ആ പേരിലുള്ള സർവ്വ ഉൽപ്പന്നങ്ങൾക്കും ഈ ഒരു ബ്രാൻഡ് നെയിം ഈ ഒരു പ്രോഡക്റ്റ് പോപ്പുലർ ആകുമ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റി ഇതിനെല്ലാം കിട്ടും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ ഒരേ പേരിലായതുകൊണ്ട് ഇവയെല്ലാം കൂടെ ടോട്ടൽ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് ഓരോ പേരായിരുന്നെങ്കിൽ കമ്പനി ചിലവാക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുക മതിയാവും ഇതിനെല്ലാം ഒരേ പേര് തന്നെ ആയതുകൊണ്ട്. സോ that is why we say when the company has advertised the Dettol antiseptic lotion, it indirectly benefits
Dettol soap and Dettol hand wash and all other products offered by Reckitt and Coleman under this brand name. ആ കമ്പനി ഈ ഒരു ബ്രാൻഡ് നെയിമിലിറക്കിയ എല്ലാ ഉൽപ്പന്നത്തിനും അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. So that is why we say brand extension enhance promotional efficiency. So the marketer's task is reduced, or marketer's efforts or their labor is reduced, because the name is already aware, or it is already aware, or people are already aware about this particular brand name. Name is already there in people's mind. അല്ലേ, ഡെറ്റോൾ എന്നുള്ള പേര് ഇപ്പോൾ കേൾക്കാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ആ ഒരു പേര് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ സുപരിചിതമാണ്. അപ്പോൾ അതിലിനി എന്ത് ഉൽപ്പന്നം ആ പേരിൽ വന്നാലും അവിടെയൊക്കെ കമ്പനിക്ക് അത് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, അല്ല ഇന്ന പ്രോഡക്റ്റ് വരുന്നു എന്ന് മാത്രം നമ്മളെ അറിയിച്ചാൽ മതിയാവും. ബാക്കി ഡെറ്റോൾ എന്നുള്ള പേര് നമ്മളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും കമ്പനിക്ക് കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല. സോ എവിഡൻസ് ഓർ മാർക്കറ്റിങ്ങിലാണെങ്കിൽ നമ്മൾ കേസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദ ബ്രാൻഡ് എക്സ്റ്റൻഷൻ നീഡ് ലെസ് അഡ്വർടൈസിങ് സപ്പോർട്ട് ഇൻ കമ്പാരിസൺ വിത്ത് ന്യൂ ബ്രാൻഡ് ലോഞ്ചസ്. ഇപ്പോൾ കിയയുടെ അല്ലെ സെൽറ്റോസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ ഹുണ്ടായിയുടെ പേരിൽ ഹുണ്ടായി അല്ലെ കറക്റ്റായോ അല്ലെ കറക്റ്റാ ഫേസ് ലിഫ്റ്റോ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടി ചിലവായതിനേക്കാൾ കൂടുതൽ തുക ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. സോ പ്രൊമോഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. തേർഡ് ഈസ് കൺസ്യൂമർ ബെനിഫിറ്റ്. കൺസ്യൂമറിന് കിട്ടുന്ന ചില പ്രയോജനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രയോജനം എന്ന് നമ്മൾ പറയുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ കൺസ്യൂമർ, ബൈയിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ഈസ് ലെസ് റിസ്കി. അല്ലേ, നിലവിലുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അവിടെ നമ്മളുടെ സെലക്ഷൻ ഫെയിലായി പോകാനുള്ള സാധ്യത കുറവാണ്. ബിക്കോസ് suppose when a customer is familiar with a brand or a brand name, the customer knows what to expect from that particular brand and can easily conclude or we can easily expect the performance or likely performance of the brand. But for example, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്, ഇപ്പോൾ ഒരു ഡിജിറ്റൽ ക്യാമറ വാങ്ങാനായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുക. നേരത്തെ ഫോട്ടോഗ്രാഫിയിൽ ഡിജിറ്റൽ ക്യാമറ വരുന്നതിന് മുമ്പ് ഫിലിം ഉപയോഗിച്ചിരുന്ന കാലത്ത് ഒക്കെ പോപ്പുലർ ആയിരുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ഈ കാനോൺ, അല്ലെങ്കിൽ കാനോൺ, നിക്കോൺ, പെൻടെക്സ് ഇതുപോലുള്ള കുറേ ബ്രാൻഡുകൾ. ഇപ്പോൾ കാനോൺ എന്ന് പറയുന്ന കമ്പനി അന്ന് ഫിലിം ഉപയോഗിച്ചിരുന്ന കാലത്ത് അവർ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം ദേ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഡിജിറ്റൽ ക്യാമറ മാർക്കറ്റിൽ പോപ്പുലർ ആയ സമയത്ത് നിക്കോണും കാനോണും ഒക്കെ ഇവരൊക്കെ തന്നെ ഇവരും ഡിജിറ്റൽ ക്യാമറ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നിലവിൽ ഈ കാനോണിൻ്റെ തന്നെ ഒരു ഫിലിം ഉപയോഗിക്കുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക് ഡിജിറ്റൽ ക്യാമറ വാങ്ങേണ്ട സമയത്തും വളരെ ഈസി ആയിട്ട് കാനോണിൻ്റെ ക്യാമറ മാർക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ, കൂടുതലൊന്നും ചിന്തിക്കാതെ അവർ പോയിട്ട് ഇത് വാങ്ങി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൺസ്യൂമറിന് നേരത്തെ അറിയാം ഈ കാനോൺ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നവർക്കറിയാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നറിയാം. അപ്പോൾ കസ്റ്റമർ ഈസ് ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ ബ്രാൻഡ് നെയിം, ഫെമിലിയർ വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദ പർട്ടിക്കുലർ ബ്രാൻഡ്. സോ അതുകൊണ്ട് പുതിയ ഉൽപ്പന്നം വന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അവർ പോയി കൂടുതലൊന്നും ചിന്തിക്കാതെ ഇതേ കമ്പനിയുടെ മറ്റൊരു പ്രോഡക്റ്റ് ഡിജിറ്റൽ ക്യാമറ വാങ്ങിക്കൊണ്ടുവന്നു. So that is why we say familiarity with a brand name reduces the risk perceived by the consumer or prospect in a brand buying situation. നമ്മളൊരു പുതിയ ഉൽപ്പന്നം വാങ്ങാൻ പോകുന്ന സമയത്ത് സപ്പോസ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റ് നോക്കിയപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡ് നെയിമിൻ്റെ ആണെങ്കിൽ, നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അത് ഫെയിലാവാനുള്ള സാധ്യത കുറവാണ്. അല്ലേ, ഇപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ ഈ ബ്രാൻഡ് നെയിമൊക്കെ നമുക്ക് പരിചയമാണ്. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയി ആ കമ്പനിയുടെ സപ്പോസ് ഒരു ഡിജിറ്റൽ വാച്ച് വാങ്ങിക്കാനായിട്ട് നിങ്ങളൊരു ഷോപ്പിൽ പോയി അവിടെ ചെന്നപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വാച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കത് വാങ്ങാം. കാരണം ഈ കമ്പനിയുടെ ക്വാളിറ്റി എന്താണെന്നും ഇതിൻ്റെ ഉൽപ്പന്നം എന്തുമാത്രം പെർഫോമൻസ് ഉണ്ടെന്നും
ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്രമാത്രം പോപ്പുലർ ആണെന്നും ഇതൊക്കെ നമുക്ക് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ള ചില കസ്റ്റമർ ബെനിഫിറ്റ് ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ കൊണ്ട് ഉണ്ട്. Then, fourthly, marketers usually say that brand extension increases the profitability of gaining, increases the probability of gaining good distribution. See, marketing mixil പഠിച്ചിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൈസും പാക്കിങ്ങും ഒക്കെ തന്നെ അല്ലേ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ 4 P's എന്നുള്ള രൂപത്തിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ, പാക്കിംഗ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ എന്ന 4 കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് പ്ലേസ് എന്ന് പറയുക, ഓർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. മാർക്കറ്റിംഗിൽ കണ്ടിട്ടുണ്ട്, ഗുഡ്സ് ആർ മാനുഫാക്ചർഡ് അറ്റ് വൺ പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് പ്ലേസ്. ഇപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് രാജകുമാരിയിലോ രാജാക്കാടോ ഉള്ള കടയിൽ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. അല്ലാതെ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ ടു സൗത്ത് കൊറിയ. സാംസങ് കൊറിയൻ കമ്പനി ആയതുകൊണ്ട് നമുക്ക് കൊറിയയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് രാജകുമാരിയിലോ രാജാക്കാടോ പോയി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ കിട്ടും. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. സാംസങ് എന്ന് പറയുന്ന കൊറിയൻ കമ്പനി ഒരു മാനുഫാക്ചർ ചെയ്യുന്ന കൊറിയയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൺസ്യൂമർ, നമ്മളെ പോലുള്ള കൺസ്യൂമർ താമസിക്കുന്ന രാജകുമാരിയിലോ രാജക്കാടോ എത്തിച്ചു തരുന്നത് കൊണ്ടാണ് നമുക്കത് വാങ്ങാനായിട്ട് പറ്റുന്നത്. ഇനിയും അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇനിയും ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, ഒരു മാനുഫാക്ചററെ സംബന്ധിച്ച് നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടി നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, നല്ല സപ്ലയേഴ്സിനെ, നല്ല ഡീലേഴ്സിനെ, നല്ല റീറ്റെയിലേഴ്സിനെ ഒക്കെ നമ്മുടെ ഉൽപ്പന്നത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ സഹായിക്കാറുണ്ട്. ബിക്കോസ് ആസ് എക്സ്റ്റെൻഡഡ് ബ്രാൻഡ്സ് യൂഷ്വലി ഹാവ് മോർ success rate than a new one, it may be very easy, or it may be easier to convince retailers to stock and promote a brand extension or an extended product. ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു എക്സ്റ്റെൻഡഡ് നിലവിലുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ വരുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ ആ പുതിയ പ്രോഡക്റ്റ് വിജയിക്കാനുള്ള സാധ്യത സാധാരണ കൂടുതലാണ്, എസ്പെഷ്യലി ഒരു റെപ്യൂട്ടഡ് കമ്പനി ആണെങ്കിൽ അല്ലെ. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസണെ സംബന്ധിച്ച് ഈ കമ്പനിയുടെ ആദ്യം ഒരു ബേബി സോപ്പ് വന്നു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ലോഷനും ക്രീമും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഇതൊരു ഇന്റർനാഷണൽ കമ്പനിയാണ്, ഇത് ഓൾറെഡി മാർക്കറ്റിൽ സക്സസ് ആണ്, അപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ഡീലർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതിൻ്റെ പോസിബിലിറ്റി കൂടുതലാണെന്ന് ഡീലർക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഡീലർ ധൈര്യമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും, അല്ലെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഇത് വിൽക്കാൻ വേണ്ടി ആ ഡീലർ തയ്യാറാവും. അപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വിതരണക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർക്ക് മാർക്കറ്റിലുണ്ട്, അതേ പേരിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് വാങ്ങുന്നവനും വിൽക്കുന്നവനും കച്ചവടക്കാർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് നല്ല മതിപ്പുള്ളത് കൊണ്ട് ധാരാളം distributors, they will be ready to stock these products. അപ്പോൾ അതുകൊണ്ട് ജോൺസൺ ആൻഡ് ജോൺസണിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് വൈ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഇറ്റ് ഈസ് ഈസി ടു കൺവിൻസ് റീറ്റെയിലേഴ്സ് ടു സ്റ്റോക്ക് ആൻഡ് പ്രൊമോട്ട് എ എക്സ്റ്റെൻഡഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു ബ്രാൻഡ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് കച്ചവടക്കാരെ കൺവിൻസ് ചെയ്ത് ആ ഉൽപ്പന്നം സ്റ്റോക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർക്ക്, മാർക്കറ്ററിന് പറ്റും. Then another thing is it helps to avoid cost of developing a new brand name. ഒരു പുതിയ ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്രാൻഡ് നെയിം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ സ്റ്റെപ്പുകളും പ്രോസസ്സും ഒക്കെ നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. സോ ബ്രാൻഡ് നെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ടാസ്ക് അല്ലേ. ധാരാളം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് ചെയ്ത് വളരെയധികം പണം മുടക്കിയിട്ടാണ് കമ്പനികൾ മാർക്കറ്റിലേക്ക്
ബ്രാൻഡുകളെ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനിയുടെ കേസ് എടുത്ത് നോക്കുക. അവരെ സംബന്ധിച്ച് ഈ ബ്രാൻഡ് നെയിമുകളെല്ലാം അവരുടെയാണ്. ഡോവ് ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഓൾ ക്ലിയർ ആണെങ്കിലും മാക്സ് ആണെങ്കിലും സർഫ് ആണെങ്കിലും ലിപ്റ്റൺ, ലക്സ്, വാസലിൻ, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൻ്റെയാണ്. പക്ഷേ ഈ ഓരോ ബ്രാൻഡ് നെയിമും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്, ധാരാളം പൈസ ചെലവഴിക്കുന്നുണ്ട്. അതേസമയം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിലിവറിനെ സംബന്ധിച്ച് അവർ പല പേരുകളിലാണ് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്നത്, ഒരേ പേരിലല്ല. എന്നാൽ ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ കേസിൽ നോക്കുക, ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പ്രോഡക്റ്റുകളെല്ലാം അറ്റ്ലീസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, ജോൺസൺ ആൻഡ് ജോൺസന്റെ മിക്കവാറും ധാരാളം പ്രോഡക്റ്റുകൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ള ഒരേ പേരിൽ അല്ലെങ്കിൽ ജോൺസൺസ് എന്നുള്ള പേരിൽ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നുള്ളത് വിട്ട് കഴിഞ്ഞാൽ പോലും ജോൺസൺസ് ബേബി സോപ്പ്, ജോൺസൺസ് ബേബി ടാൽക്ക്, ജോൺസൺസ് ബേബി ലോഷൻ, ഇങ്ങനെ ജോൺസൺസ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ജോൺസൺസ് ബേബി സോപ്പും ബേബി പൗഡറും ബേബി ലോഷനും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ പുതിയ ഒരു ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ബ്രാൻഡ് നെയിം ഡെവലപ്മെന്റിന് വേണ്ടി ഇതിനെല്ലാം ഒരേ പേര് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഹിന്ദുസ്ഥാൻ ലീവറിന് ചിലവായതുപോലെ ഇവിടെ ഇവർക്ക് പണം ചിലവായില്ല. സോ because of brand extension or because of using an extended brand name, this helped Johnson and Johnson to avoid cost of developing different names for each product. അതിന് പകരം ഹിന്ദുസ്ഥാൻ ലീവർ ചെയ്ത പോലെ ചെയ്യുകയായിരുന്നെങ്കിൽ ബില്യൺസ് ഓഫ് റുപ്പീസ് അവർക്ക് ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചിലവാകുമായിരുന്നു. അതില്ലാതെ ഈ കമ്പനിക്ക് ആ ചിലവ് ഒഴിവാക്കാൻ പറ്റിയത് നിലവിലുള്ള ഒരു ബ്രാൻഡ് നെയിം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് പുതിയ ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് ഒഴിവാക്കാനായിട്ട് പറ്റി. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ അലൗസ് ഫോർ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് എഫിഷ്യൻസീസ്. മാർക്കറ്റിങ്ങിൽ ഞാൻ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് പീസ് ഓഫ് എലിമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ഓർ മാർക്കറ്റിംഗ് മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പാക്കിംഗ്, അങ്ങനെ അതിൻ്റെ 8ഓളം ഐറ്റം, പണ്ട് 4ആയിരുന്നു, ഇപ്പോൾ 7-8ഓളം ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന എലമെൻ്റാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. പാക്കിങ്, ലേബലിംഗ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഈ പാക്കേജിങ്ങിൻ്റെ ഒരു പ്രത്യേകത, പാക്കേജിങ്ങും ലേബലിങ്ങും ഒക്കെ തന്നെ മാർക്കറ്റിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനിയും ഒരേ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള അല്ലെ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അലൗ ഓർ ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻസി obtaining efficiency in packaging decision and labeling decision. See, for example, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ കോൾഗേറ്റിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളിലെ പാക്കേജിങ് നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സി ഹിയർ ഇത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ കോൾഗേറ്റ്, ഇത് കോൾഗേറ്റ് സോൾട്ട് ആണ്, ഇത് കോൾഗേറ്റ് സെൻസിറ്റീവ് ആണ്, ഇത് പിന്നെ കോൾഗേറ്റ് ഹെർബൽ ആണ്. ഇങ്ങനെ എല്ലാം കോൾഗേറ്റ് എന്നുള്ള പേരിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ 8ഓളം പ്രോഡക്റ്റുകൾ ഈ കമ്പനി ഇറക്കിയിരിക്കുന്നത്. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ഓൾ ദീസ് പ്രോഡക്ട്സ് ഹാവ് സിമിലർ ഓർ വിർച്വലി ഐഡന്റിക്കൽ പാക്കേജസ് അല്ലേ. ഇതിൻ്റെയൊക്കെ പാക്കിങ് നോക്കൂ, ഇതിൻ്റെയൊക്കെ പാക്കേജ് കവർ നോക്കൂ, കവറൊക്കെ ഒരുപോലെയാണ്. ദെൻ ലേബലിംഗ്, ഇപ്പം ഇതിൻ്റെ ലേബലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ മാർക്കറ്റിങ്ങിൽ, അതിൻ്റെ പേരെഴുതുന്നതും അതിൻ്റെ ഗ്രാഫിക്സും ഒക്കെ പോലുള്ള കാര്യങ്ങളാണ്. ഈ ലേബൽ നോക്കുക, സെയിം ആണ് അല്ലേ. റെഡ് കളറിൽ ഇതാ ഇത്രയും ഭാഗം, ഈ 8 പ്രോഡക്റ്റിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ട്യൂബിൽ അല്ലെ ആ പാക്കേജിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു 1/2 ഭാഗവും ഈ ഇത്രയും ഏരിയ എല്ലാത്തിലും സെയിം ആണ്, ഒരേപോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ മാത്രമേ മേജറായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. പാക്കേജിങ് ഒരുപോലെയാണ്, അതിൻ്റെ ലേബൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രിന്റഡ് മെറ്റീരിയലും അതിൻ്റെ പേരെഴുതിയിരിക്കുന്നതും മറ്റ് പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഗ്രാഫിക്സും എല്ലാം കൂടെയുള്ള ഈ ഒരു ഭാഗം, ഇതും ഒക്കെ ഐഡന്റിക്കലാണ്.
സോ ഇത് കാരണം ഇപ്പോൾ പാക്കേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അതുപോലെ ലേബൽ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്, ഇതൊക്കെ ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യുന്ന പോലെ ചിലവുള്ള കാര്യമാണ്. ധാരാളം റിസർച്ചും ഒക്കെ നടത്തി, ഒക്കെ ഈവൻ യൂസ് ചെയ്യുന്ന കളർ പോലും പല കാരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ കളർ കോമ്പിനേഷനൊക്കെ കമ്പനികൾ യൂസ് ചെയ്യുക. അപ്പോൾ പുതിയ ലേബലിംഗ്, പുതിയ പേരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുതിയ ലേബലുകളും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഒരേ പേര് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെ ഒരേ ബേസിക് ബ്രാൻഡ് നെയിം ഒന്ന് തന്നെ ആയതുകൊണ്ട്, ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് കമ്പനിക്ക് ഒരേ ടൈപ്പ് പാക്കിങ്ങും ഒരേ ലേബലിംഗ് സ്റ്റൈലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റി. ഇതിനൊക്കെ പ്രത്യേകം ഡിഫറൻറ്റ് ഗ്രാഫിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ പോയിരുന്നെങ്കിൽ, അല്ലെ പല തരത്തിലുള്ള 8 തരത്തിലുള്ള പാക്കേജിംഗ് ഒക്കെ ഇടാൻ പോയിരുന്നെങ്കിൽ അവിടെ ചിലവ് വളരെയധികം കൂടുമായിരുന്നു. സോ ഇഫ് ദേ ആർ കോർഡിനേറ്റഡ് പ്രോപ്പർലി, ഇത് മാത്രമല്ല മറ്റൊരു അഡ്വാൻറ്റേജും കൂടെയാണ്. ഇങ്ങനെ ഒരേപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പാക്കേജും ഒക്കെ തന്നെ നമ്മളൊരു ഷെൽഫിൽ വെക്കുമ്പോൾ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറൊക്കെ പോലുള്ള വലിയൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ മോറോ അതുപോലുള്ള കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഒരേപോലെയുള്ള പ്രോഡക്റ്റുകൾ ഒരിടത്ത് ഒരു ഷെൽഫിലായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഷെൽഫിൻ്റെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അടുക്കി വെച്ചേക്കുക. ഇനി ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കോൾഗേറ്റിൻ്റെ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വലിയ കടയൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനിയും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷെൽഫിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക, ടൂത്ത് പേസ്റ്റ് വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയി നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഇത്രയും ഏരിയയിൽ ഈ ഷെൽഫിൻ്റെ ഒരു കടയാണ്, ധാരാളം പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ഏരിയയിലും ഈ കോൾഗേറ്റ് എന്നുള്ള പേര് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. So this will result in more prominence in the retail store by creating a billboard effect. മാർക്കറ്റിംഗിൽ ബിൽബോർഡ് ഇഫക്റ്റ് എന്നാണ് പറയുക. കാരണം വലിയ ഒരു ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഇഫക്റ്റാണ് ഇത്രയും ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. ഇതൊരു സെറ്റ് ഉൽപ്പന്നം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് മറ്റൊരു ബ്രാൻഡ് മറ്റൊന്നാണ്. എല്ലാം കോൾഗേറ്റിൻ്റെ ആണ്, പക്ഷെ പല 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 ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് ഈ പല ഉൽപ്പന്നങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും കാഴ്ചയ്ക്ക് ഒരു വലിയ ബോർഡ്, കോൾഗേറ്റ് എന്നുള്ള ഒരു വലിയ ബിൽബോർഡ് വെച്ചിരിക്കുന്ന ഒരു വിഷ്വലായിട്ട് ആ ഒരു തോന്നൽ കൺസ്യൂമറിൻ്റെ മനസ്സിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഇറ്റ് ഹെൽപ്സ് ഇൻ അലോയിങ് ഓർ ഇറ്റ് ഹെൽപ്സ് ഇൻ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് എഫിഷ്യൻസി. ദെൻ മറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, brand extension helps in or it permit consumer variety seeking. See, what is variety seeking? Consumer variety seeking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ പ്രൊഡക്റ്റ് ലൈനിലുള്ള, പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഉൽപ്പന്നം, ഒരേ പ്രൊഡക്റ്റ് ലൈനിലുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ, ഒരേ പ്രൊഡക്റ്റ് ലൈനിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ പല വെറൈറ്റി സാധനം വാങ്ങാൻ വേണ്ടി പലപ്പോഴും കസ്റ്റമർ താല്പര്യപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിറ്റർജൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പല സമയത്ത് നമ്മളിത് വാങ്ങാറുണ്ട്, അല്ലേ? ഇപ്പോൾ ചെറിയ ഒരു അത്യാവശ്യം തുണിയിൽ ഒരു ചെറിയ കറ പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചാൽ ഓയിലോ ഗ്രീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പോയിട്ട് 2 രൂപയുടെ 3 രൂപയുടെ ഒരു ചെറിയ സാഷേ വാങ്ങും. അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാറുണ്ട്. ചിലപ്പോൾ തുണി നനയ്ക്കാൻ വേണ്ടി ഡിറ്റർജൻറ്റ് പൗഡർ സാധാരണ രീതിയിലുള്ള ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ വാങ്ങാറുണ്ട്, സോപ്പ് പൊടി വാങ്ങാറുണ്ട് വീട്ടിലേക്ക്. ഇനി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ടോപ്പ് ലോഡിങ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിനുള്ള സോപ്പ് പൊടി വാങ്ങും. ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിനുള്ള സോപ്പ് പൊടി വാങ്ങും. ഇനി അതല്ല, ഡിറ്റർജൻറ്റ് പൗഡറിന് പകരം ഡിറ്റർജൻറ്റ് ലിക്വിഡ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇനി ഒരേ ആൾക്കാർ തന്നെ പല സിറ്റുവേഷനിൽ ഇത് പലതും വാങ്ങിയെന്ന് വരാം. ഒരാൾ ബക്കറ്റിലിട്ട് തുണി നനയ്ക്കുന്ന സമയത്ത് സാധാരണ സോപ്പ് പൊടി വാങ്ങിയെന്ന് വരാം. അതേ ആൾ തന്നെ ഒരു പക്ഷേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ലിക്വിഡ് വാഷ് വാങ്ങിയെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ തന്നെ പലപ്പോഴും പല വെറൈറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. ഇവയെല്ലാം ഡിറ്റർജൻറ്റ് എന്ന് പറയുന്ന ഒരേ പ്രൊഡക്റ്റ് ലൈൻ, ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനിയും യൂണിലിവറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കേസിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സർഫ് എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് ഇത്രയും സാധനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. സർഫ് എക്സൽ, സർഫ് മാറ്റിക്, സർഫ് ലിക്വിഡ്, ഇങ്ങനെ പല പേരിൽ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബയറെ സംബന്ധിച്ച് അയാൾക്ക്
ഒരു വെറൈറ്റി ഉൽപ്പന്നം വേണം, ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിക്കുന്ന ഒരാളിന് ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് വേണമെന്നുണ്ടെങ്കിലും അയാൾക്ക് മറ്റൊരു ബ്രാൻഡ് തേടി പോകണ്ട. ഇതേ ബ്രാൻഡ് നെയിമിൽ ആ ഉൽപ്പന്നം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ 3 രൂപയുടെ ചെറിയ സാഷേ, ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ പേരിൽ തന്നെ അവിടെ സാഷേ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇതേ പേരിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ കസ്റ്റമർ സീക്സ് വെറൈറ്റി, അല്ലെ കസ്റ്റമർക്ക് പല ടൈപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ട് വരുമ്പോൾ, അല്ലെ അയാൾക്ക് വാങ്ങണം എന്നുള്ള താല്പര്യം ഉണ്ടാകുമ്പോൾ, ഹി ക്യാൻ ഹാവ് the product without leaving the brand family. ആ ബ്രാൻഡ് നെയിമിൽ നിന്നും വിട്ട്, ആ പേരിലുള്ള ഉൽപ്പന്നം ബ്രാൻഡ് നെയിം വിട്ട് മറ്റൊരു ഉൽപ്പന്നം വാങ്ങാതെ ഇരിക്കാൻ അയാളെ ഹെൽപ്പ് ചെയ്യും. സോ ദ ലൈൻ എക്സ്റ്റൻഷൻ ഓർ പ്രോഡക്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ നമ്മൾ മാർക്കറ്റിംഗിൽ പറയും. ഈ പ്രോഡക്റ്റ് ലൈൻ എക്സ്റ്റൻഷൻ ക്യാൻ or brand extension can encourage the customers to use the brand to a greater extent in different ways. ഒരേ ബ്രാൻഡ് നെയിമിലുള്ള ഉൽപ്പന്നങ്ങൾ പല തരത്തിൽ, പല സിറ്റുവേഷനിൽ, മെഷീനാണെങ്കിലും അല്ലാതുള്ള വാഷിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള പല അവസ്ഥയിലും ഒരേ ബ്രാൻഡ് നെയിമിലുള്ള ഉൽപ്പന്നം തന്നെ വാങ്ങി ഉപയോഗിക്കാൻ കസ്റ്റമറിന് പറ്റുന്നുണ്ട്. Then another advantage is that brand extension brings new customers into the parent brand. See, parent brand എന്ന് നമ്മൾ പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമിൽ ആദ്യം ഇറങ്ങിയ ഉൽപ്പന്നത്തിനെയാണ് പലപ്പോഴും, ആദ്യം സക്സസ്ഫുൾ ആയ ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ പലപ്പോഴും പേരന്റ് ബ്രാൻഡ് എന്ന് പറയുക. അപ്പോൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ പലപ്പോഴും പേരന്റ് ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ദ പേരന്റ് ബ്രാൻഡ് ബൈ എക്സ്പാൻഡിങ് മാർക്കറ്റ് കവറേജ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, യൂസിങ് ആൻ എക്സ്റ്റൻഡഡ് ബ്രാൻഡ് മേ ഓൾസോ ഗീവ് ദെയർ അറ്റൻഷൻ ടു അതർ പ്രോഡക്ട്സ് വിത്ത് സിമിലർ നെയിംസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിമ്മിൻ്റെ കേസ് നോക്കുക. വിം എന്നുള്ള പേരിൽ ഇതിൻ്റെ പേരന്റ് ബ്രാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിം എന്നുള്ള പേരിൽ ആദ്യം മുതൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സോപ്പ് പൊടിയാണ്, പൗഡറാണ്. വിം പൗഡറാണ് ആദ്യം മുതൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിം ഒരു പൗഡറിൽ നിന്നും വിം ലിക്വിഡ് എന്ന് പറയുന്ന ഉൽപ്പന്നം വന്നു. അത് വിം എന്നുള്ള ബ്രാൻഡ് നെയിമിൽ തന്നെയാണ്, ബ്രാൻഡ് എക്സ്റ്റൻഷനാണ്. പൗഡറിൽ നിന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ലിക്വിഡ് അവർ ലോഞ്ച് ചെയ്തു. സപ്പോസ് ഒരു കസ്റ്റമർ ലിക്വിഡ് വാങ്ങി എന്ന് വിചാരിക്കുക. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ ആദ്യമായിട്ട് വാങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ പേര് നോക്കുമ്പോൾ വിം ഡബിൾ പവർ സംതിങ് ഈസ് ദെയർ, എന്തായാലും വിം എന്നുള്ള പേരും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു എക്സ്ട്രാ നെയിമും കൂടെ വന്നിരിക്കുന്നത്. ഇത് അയാൾ വാങ്ങിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഹി യൂസ്ഡ് ഇറ്റ്, അയാൾ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയി എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ടൈം അയാൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഉൽപ്പന്നം അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ ഉള്ളിലേക്ക് ഓർമ്മ വരും, വിം ഡബിൾ പവർ എന്ന് പറയുന്ന ഇതായിരുന്നല്ലോ ഞാൻ വാങ്ങിയത്, ഈ പേര് ഐ ആം ഫെമിലിയർ, ഈ പേര് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ വാങ്ങിയതാണ്, ഈ ബ്രാൻഡിനെ, ഈ കമ്പനിയുടെ ഉൽപ്പന്നം അല്ലെ ഈ ബ്രാൻഡിൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയതാണല്ലോ, സോ ഇതും നല്ലതായിരിക്കും, ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ ഇതും നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് ഇതും അയാൾക്ക് പൗഡർ വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ അയാൾ ഇത് വാങ്ങാനുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ പലപ്പോഴും മാർക്കറ്റേഴ്സ് പറയുന്നത് യൂസ് ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് ബ്രാൻഡ് നെയിം ഗീവ് attention to other products of the company, especially if the name is similar. ഒരേ പേരിൽ തന്നെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളും ഈ കൺസ്യൂമർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഓഫ് മാർക്കറ്റ് കവറേജ് ഫോർ അതർ പ്രോഡക്ട്സ് വിത്ത് ദ സെയിം ബ്രാൻഡ് നെയിം. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേമസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇൻട്രൊഡക്ഷൻ ഓഫ് വിം ലിക്വിഡ് dish wash or introduction of Vim liquid. This helped the company to expand market coverage for this Vim powder. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോജനവും ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ കൊണ്ട് ഉണ്ട്. Then മറ്റൊന്നാണ് it gives an instant position and reputation എന്ന് പറയുന്നത്. The existing brand name gives new business or new product an instant position and reputation.
നിലവിലുള്ള അതേ ബ്രാൻഡ് നെയിമിൽ പുതിയ ഒരു ഉൽപ്പന്നം ഇറക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്ന അല്ല ലോക ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നെയിം കുറേ കാലങ്ങളായിട്ട് ഒരു 50-60 വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പോപ്പുലറാണ്. ഇന്ത്യയിൽ ഒരു സാധനം ഇറക്കുന്നതിന് മുമ്പ് വിദേശത്തൊക്കെ പോയി വരുന്ന ആൾക്കാർ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്നതിൽ നിന്നൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരുന്നു. അവർ ധാരാളം പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ സെല്ല് ചെയ്യുന്നുണ്ട്, അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു ബ്രാൻഡ് നെയിമാണ് ഈ സോണി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ നെയിം, ആ ബ്രാൻഡ് നെയിം. ഇനിയും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് നെയിമിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൺസ്യൂമേഴ്സ് ഹാവ് കോൺഫിഡൻസ് ഇൻ ദിസ് പർട്ടിക്കുലർ കോൺഫിഡൻസ് ഇൻ ദിസ് ബ്രാൻഡ് നെയിം ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് കോഴ്സ് ഇന്റർനാഷണലി കൺസ്യൂമേഴ്സ് ഹാവ് കോൺഫിഡൻസ് ഇൻ ദിസ് പർട്ടിക്കുലർ ബ്രാൻഡ്. ഇവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വിറ്റുപോകുന്നതാണ്, ആൾക്കാർക്ക് നല്ല അഭിപ്രായമുള്ള പ്രൊഡക്റ്റുമാണ്. സോ വെൻ ദേ ലോഞ്ച്ഡ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ നെയിം സോണി വയോ എന്നുള്ള പേര് അവർ ഇതിന് കൊടുത്തെങ്കിലും സോണി വയോ എന്നാണ് പൂർണ്ണമായിട്ടുള്ള ഇതിൻ്റെ രൂപം. ഒരു ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ സോണി വയോ എന്നുള്ള പേരിലേക്ക് അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ എക്സിസ്റ്റിംഗ് കോൺഫിഡൻസ് in the mind of the buyers about this particular brand name, it instantly transferred to the new product. So it helped the company to have a good market share immediately. ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി വയോ അവർ സ്റ്റോപ്പ് ചെയ്തു, അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് നെയിം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് മാർക്കറ്റിലൊരു നല്ല പൊസിഷൻ കിട്ടാനും റെപ്യൂട്ടേഷൻ കിട്ടാനും ഒക്കെ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് ഇൻക്രീസസ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ആകെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഗ്രൂപ്പിന്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനും ബ്രാൻഡ് എക്സ്റ്റൻഷൻ സഹായിക്കും. മെനി ബ്രാൻഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് മെനി ബ്രാൻഡ്സ് വെയർ ഇനിഷ്യലി എ മോണോ പ്രോഡക്റ്റ് ബ്രാൻഡ് ഓർ എ മോണോ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം മാത്രം ഉണ്ടായിരുന്ന ധാരാളം ബ്രാൻഡുകൾ നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദ മോണോ ആക്ടിവിറ്റി ഇവോൾവ്ഡ് ഇൻ ടു എ ഡൈവേഴ്സിഫൈഡ് സ്ട്രക്ചർ. പല കമ്പനികളും ആ ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെ, ഈസ്റ്റേണൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ള നമ്മുടെ കോളേജിനടുത്തുള്ള അല്ലെങ്കിൽ അടിമാലിയിലുള്ള ഈസ്റ്റേൺ ഗ്രൂപ്പ് തന്നെ നോക്കുക. ആദ്യം കറി പൗഡർ ആയിരുന്നു. കറി പൗഡറിൽ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ആദ്യം അവർ പൗഡറുകളായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നീട് പതുക്കെ ധാരാളം പ്രോഡക്റ്റുകൾ അതേ സെഗ്മെന്റിൽ തന്നെ അല്ലെങ്കിൽ കറി പൗഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തു. ദെൻ അവർ ഈസ്റ്റ് ടീ എന്നുള്ള പേരിൽ തേയില, അങ്ങനെ പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളിലേക്ക് ഒക്കെ പോയി. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. വാൾട്ട് ഡിസ്നി എന്ന് പറയുന്നത് ദേ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ആനിമേഷൻ ഫിലിംസ് ഫോർ ചിൽഡ്രൻ. അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആനിമേഷൻ സിനിമയൊക്കെ എടുത്ത് അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. ബട്ട് നൗ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഗ്രൂപ്പ് ഓർ ദിസ് ബ്രാൻഡ് നെയിം ഇറ്റ് ഹാസ് എക്സ്റ്റെൻഡഡ് ടു എ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. വാൾട്ട് ഡിസ്നി ഗ്രൂപ്പിന്റെ ധാരാളം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ട്. അവരൊരു ഒരു ആനിമേഷൻ മൂവി, കാർട്ടൂൺ പോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ ധാരാളം ബ്രാൻഡ് നെയിമിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ, ഇതിലൊരു പക്ഷേ ഡിസ്നി എന്നുള്ള പേരിൽ മൂവീസോ ചിലതൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്തായാലും ധാരാളം പ്രോഡക്റ്റുകൾ, കൺസ്യൂമർ പ്രോഡക്റ്റുകളും ഒക്കെ ഈ വാൾട്ട് ഡിസ്നി കോർപ്പറേഷൻ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. So this includes they are in the publishing business, they are in the movie business, they are in the television business, they have a theme park, Walt Disney theme park, ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള തീം പാർക്ക് അവരുടെ ഉണ്ട്. സോ ഇങ്ങനെ ധാരാളം പല കാറ്റഗറിയിലുള്ള പല ഉൽപ്പന്നങ്ങളും പല ബ്രാൻഡ് പ്രോഡക്റ്റ് ലൈനിലും പ്രോഡക്റ്റ് മിക്സും ഒക്കെ ഈ കമ്പനിക്ക്
ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം ഉണ്ടായെന്നാന്ന് വെച്ചാൽ അവരുടെ ഇനീഷ്യലായിട്ടുള്ള ആദ്യം ഉണ്ടായിരുന്ന ഈ വാൾട്ട് ഡിസ്നി കോർപ്പറേഷൻ്റെ ഇനീഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ അവരുടെ ബ്രാൻഡ് ആയിരുന്ന അല്ല അവരുടെ ഉൽപ്പന്നമായിരുന്ന അല്ലെ അവരുടെ ബിസിനസ് ആയിരുന്ന ആനിമേഷൻ ഫിലിം അല്ലെ ആനിമേഷൻ ഫിലിം എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് നഷ്ടത്തിലായെങ്കിൽ കൂടി അത് നഷ്ടത്തിലാണ് എങ്കിലും മറ്റു ബ്രാൻഡുകളിൽ അല്ലെ മറ്റു പ്രോഡക്റ്റുകളിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ കമ്പനി മൊത്തത്തിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ അത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ഒരു ഗുണമാണ്. ബിക്കോസ് വാൾട്ട് ഡിസ്നിയുടെ കാര്യം പറഞ്ഞതുപോലെ ദ ഡൈവേഴ്സിഫൈഡ് ബ്രാൻഡ്സ് ജനറേറ്റ് ഹ്യൂജ് റിട്ടേൺസ് ദാൻ ദ പേരന്റ് പ്രോഡക്റ്റ്. പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലൂടെ നമ്മൾ കാണുന്നതാണ്. ആദ്യത്തെ ഉൽപ്പന്നം നഷ്ടത്തിലാണെങ്കിൽ പോലും പുതിയ സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും കൂടുതൽ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ ആദ്യത്തെ ബ്രാൻഡിന് പേരന്റ് ബ്രാൻഡിന്റെ നഷ്ടം നികത്താനും ഒക്കെ പറ്റുന്നുണ്ട്. സോ that is why marketers say that brand extension helps to increase overall profitability. And finally, it also permits subsequent extension. പുതിയ എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയും ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയും one benefit of a or the benefit of a successful extension is that it may serve as the basis for subsequent extension. പിന്നീട് ഒരു എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ നിലവിലുള്ള എക്സ്റ്റൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഗുഡിയറിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുഡിയർ എന്ന് പറയുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ധാരാളം രാജ്യങ്ങളിൽ ഗുഡിയറിനെ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ്. ധാരാളം രാജ്യങ്ങളിൽ ഇവരുടെ പ്രോഡക്റ്റുകളുണ്ട്. ഈ ഗുഡിയർ എന്ന് പറയുന്ന ബ്രാൻഡിൽ അല്ലെ ഈ കമ്പനി ഈ ബ്രാൻഡ് നെയിമിൽ അവർ അക്വാട്രെഡ് എന്ന് പറയുന്ന ഗുഡിയർ അക്വാട്രെഡ് എന്നുള്ള പേരിൽ ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ടയർ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു കേസ് സ്റ്റഡിയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ. അതൊക്കെ ലോകത്ത് ഭയങ്കര പ്രശസ്തം ആർജിച്ച ഒരു സംഭവമായിരുന്നു ഇത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ടയറിൽ ഒരു പ്രത്യേക കോമ്പിനേഷനുള്ള ക്വാളിറ്റിയും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക തരം ടയർ അവർ അക്വാട്രെഡ് ടയർ എന്നുള്ള പേരിൽ ഗുഡിയർ ലോഞ്ച് ചെയ്തു. ഇത് ഗുഡിയറിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ടാണ് അക്വാട്രെഡ് എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്തത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അക്വാട്രെഡിൽ തന്നെ അവർ അക്വാട്രെഡിൽ പിന്നീട് ടെക്നിക്കലി ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിൽ മറ്റൊരു കാറ്റഗറി ഇറക്കി അക്വാട്രെഡ് ഈഗിൾ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഈഗിൾ അക്വാട്രെഡ് എന്നുള്ള പേരിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള വൈഡർ ടയറാണ്. അതായത് പെർഫോമൻസ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ഹൈ പെർഫോമൻസ് വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടെ വീതി കൂടിയ ടയർ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു. അതെന്ത് വേണമെങ്കിലാകട്ടെ, അവരിറക്കിയ ഉൽപ്പന്നം എന്ത് വേണമെങ്കിലാകട്ടെ, അക്വാട്രെഡ് എന്നുള്ള പേരിൽ ആദ്യം ലോഞ്ച് ചെയ്തതിന് പിന്നെ ഈഗിൾ അക്വാട്രെഡ് എന്നുള്ള പേരിൽ പുതിയ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് സബ്സീക്വൻ്റ് ആയിട്ട് ആദ്യം അക്വാട്രെഡ് എന്നുള്ള പേരിലാണ് ഇറക്കിയത്, സബ്സീക്വൻ്റ് ആയിട്ട് അക്വാട്രെഡ് ഈഗിൾ എന്നുള്ള പേരിൽ മറ്റൊരു പ്രോഡക്റ്റ് മറ്റൊരു ബ്രാൻഡ് എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചു. അപ്പോൾ ഒരു ബ്രാൻഡ് നെയിം സക്സസ്ഫുൾ ആയിട്ട് ഒരു എക്സ്റ്റൻഷൻ നടന്നു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആണെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അതേ പേരിൽ തന്നെ വീണ്ടും ലോഞ്ച് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. ഇതും ഈ ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. താങ്ക് യു.